റിക്കേഷൻ ട്രീ. റെക്കറൻസ് റിലേഷൻ 3 സാധനമാണുള്ളത്. റിക്കേഷൻ ട്രീ, സബ്സ്റ്റിറ്റ്യൂഷൻ, മാസ്റ്റേഴ്സ് തിയറം. ഇതിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്കറിയില്ല. ഓക്കെ, റിക്കേഷൻ ട്രീ എന്ന് വെച്ച് കഴിയുമ്പോൾ മറ്റേ മരം വരച്ച് പോകുന്ന മരം അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കി വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇങ്ങനെ വന്നതിൽ ഈ പ്ലസ് ഇട്ടിട്ട് ഈ സാധനമില്ലേ, ഇതായിരിക്കും നോഡ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നോഡ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക n². അതുപോലെ ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പ്ലസ് n ആണുള്ളത്. അപ്പോൾ നോഡ് എന്താ, n ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ നോഡ് n² ആണ്. അപ്പോൾ നമ്മൾ n² ഇതേപോലെ എഴുതാം. ഇനി എന്താ, ഇത് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്താ 3 വര വെച്ചെടുക്കാം. 3 Tn/4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇതായിരിക്കും നോഡായിട്ട് ഉണ്ടാവുക. ഇത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്, Tn/4 ആണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സാധനം. ഇനി നമുക്ക് Tn/4 വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, Tn/4 വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇത് T(n) ആണ്. ഈ n-ൻ്റെ അവിടെ n/4 ആക്കുന്നതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? 3T × n/4 × 4. ഓക്കെ, ആ 4 നമ്മൾ ഈ n/4 ആക്കിയില്ലേ, ഇവിടെ n-ന് പകരം n/4 × 4 ആ രീതിയിൽ വരുന്നതാണിത്. n/4 × 4 പ്ലസ് എന്താണ് n/4² വരും. ഓക്കെ, ഇതിവിടെ കിട്ടി. ഇതെന്താ വരിക? 3T n/16 പ്ലസ് n/4². ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം എന്താ അടുത്ത നോഡ് കിട്ടി. ഇതാണ് അടുത്ത നോഡ്. ഇപ്പം എന്താ വരിക? n² n/4² 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 ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനും 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഇവിടെയുള്ള പോലെ. അതെന്താ, T(n/16) ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. ഈ ഒരു സംഭവം Tn/16 ആയിട്ട്. അപ്പോൾ Tn/16 എന്താ വരിക? ഇപ്പം നിനക്ക് എന്താ n/4 എന്ന് പറയുമ്പോൾ Tn/4 ആകുമ്പോൾ n/4² കിട്ടി. അപ്പോൾ Tn/6 എന്തായിരിക്കും വരിക? നോഡ് n/16 നോഡ് വരും, 16² വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ പറയുക? n² 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക, n/4² ഇതിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ 3ആയിട്ട് പോകും, ഇവിടെ 3ആയിട്ട് പോകും. ഇവിടെ എന്താ n/16² അങ്ങനെ വരും. പിന്നെയും ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അടുത്ത് എന്തായിരിക്കും വരിക? 4² 16. പിന്നെ ഇവിടെ എന്താ 64 ആയിട്ടാണ് വരിക. ഓക്കെ, ഇങ്ങനെ ഈ സാധനം എന്താ ഗോസ് ഓൺ. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. സാധനം ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്കെന്താ, ഇതാണ് നമ്മൾ ഫൈനൽ ട്രീ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് നോഡ് n² ആണ്. ഇവിടെ എന്താ ഉള്ളത്? 3/16 n². ഇതെങ്ങനെ 3/16 വന്നതെന്ന് വെച്ചാൽ എന്താണ്, n/4² പ്ലസ് n/4² പ്ലസ് n/4². ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എന്താ എഴുതാം? n²/16 പ്ലസ് n²/16 പ്ലസ് n²/16. ഓക്കെ, ഇങ്ങനെയുള്ള. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തരും? 3 × n²/16 എഴുതാം. ഓക്കെ, അതാണ് ഞാൻ ഇങ്ങനെ 316 × n². ജസ്റ്റ് പുറത്ത് എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ എന്താ വരിക? 3/16² n² എന്ന് വരും. ഓക്കെ, സെയിം സ്റ്റെപ്പാണ് ഇവിടെ. എങ്ങനെ ഉണ്ടാവുക? ഇതിപ്പം 3 എണ്ണമുള്ള n/4. മറ്റേതെന്താ വരിക? 3 × n/16 പ്ലസ് 3 × n/16 പ്ലസ് 3 × n/16 വരും അല്ലേ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് 9 വരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്താണ് നമ്മൾ 16 1 2 3 4 5 6 7 8 9 എന്താണ് 9 n/16² വരും. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പുറത്തിടുവാണെങ്കിൽ ഓക്കെ 3/16² n² എന്ന് എഴുതാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെ എഴുതുന്നത്? 3² എന്താണ് 9 ആണ്, 16² n². ഇത് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി. ഓക്കെ, ഒന്നും പറ്റില്ല. 3² 9 ആണ്. 9 എന്താണ് 3² ആണ് വരിക. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ മാറ്റി. ഇനി 64 വരുവാണെങ്കിൽ എന്തായിരിക്കും വരിക?
ഇവിടെ എന്താ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 27 ഓക്കെ 27 ഇൻറ്റു n/16 സ്ക്വയർ എന്ന് വരിക. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 ക്യൂബ് ഇൻറ്റു n/16 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പം എന്താ വരിക? 3 ക്യൂബാണ് ഇവിടെ വരിക, കാരണം 64 വരിക. ഓക്കെ, അപ്പോൾ എന്താ വരിക? 3/16 ഹോൾ ക്യൂബ് ഇൻറ്റു n സ്ക്വയർ. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങനെ 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 പൊക്കോണ്ട് വെക്കും. നമ്മൾ ടോട്ടൽ കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച n സ്ക്വയർ പ്ലസ് 3/16 n സ്ക്വയർ പ്ലസ് 3/16 ഹോൾ സ്ക്വയർ n സ്ക്വയർ പ്ലസ് ഗോസ് ഓൺ. അപ്പം എന്താ 3/16 ഇൻറ്റു kn സ്ക്വയർ എന്ന് വരും. ഓക്കെ, നിനക്ക് ഇവിടുന്ന് ഒരു ജനറൽ പാറ്റേൺ കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്താ 3/16 മാത്രമാണ്, പിന്നെ 3/16 സ്ക്വയർ വന്ന്, പിന്നെ ക്യൂബ് വന്ന്, ഇനി വരുന്നതാണെങ്കിൽ എന്താ 3/16 ഹോൾ റേസ് 4 ആവും. അപ്പോൾ അത് ഗോസ് ഓൺ. അപ്പോൾ അവിടെ എന്താ k ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനൊരു ഇക്വേഷനാക്കി മാറ്റുക. ഓക്കെ, ഇതിൽ നമ്മളെന്താ n സ്ക്വയറിനെ പുറത്തിടുക. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 + 3/16 + 3/16 സ്ക്വയർ പ്ലസ് ഗോസ് ഓൺ 3/16 റേസ് ടു k വരും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വന്നാൽ, ഇങ്ങനത്തെ ഇക്വേഷൻ വെച്ചാൽ 1 + n സ്ക്വയർ പ്ലസ് n ക്യൂബ് പ്ലസ് n അങ്ങനെ വന്നാൽ അതിൻ്റെ ഇക്വേഷനാണ് എന്താണ്? s = a/1 - r എന്നുണ്ട്, s = a r⁻n - 1/r - 1. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് r > 1 ആണെങ്കിൽ, മീൻസ് ഇപ്പോൾ നമ്മൾ n എടുക്കുന്നത് n > 1 ആണെങ്കിൽ ഇത്, n < 1 ആണെങ്കിൽ ഇത്. ഓക്കെ, നമുക്കിപ്പോൾ 3/16 ആണ് എടുത്തത്, 3/16 < 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഇതിൽ a എന്താണ്? a 1 ആണ്. ഓക്കെ, ഇത് a ആണ്. ഓക്കെ, a എന്താണ്? 1 ആണ്. 1/1 - n എന്താണ്? 3/16 ആണ്. ഓക്കെ, 3/16. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n സ്ക്വയർ ഇൻറ്റു 16/3 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഈ ഭാഗം നീ നോക്കിയാലും കുഴപ്പമില്ല, നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി വരിക. അപ്പോൾ T(n) എന്താ വരിക? big of n സ്ക്വയർ എന്ന് വരും.